നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയുമ്മ സാജൻ. ഇപ്പോൾ എനിക്ക് ആദ്യം ഒന്ന് പറയുന്നത് വെച്ചാൽ, ഞാൻ സാജൻ ചക്കരയുമ്മ എന്നൊരു ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ, ഉപകാരപ്രദമായ സംഭവങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ തുടങ്ങിയത്. നല്ല സതുദ്ദേശത്തോടെ തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ചിത്രങ്ങളുടെ, എൻ്റെ പഴയ സിനിമകളുടെ പോസ്റ്റർ അവരെ ഓരോ സ്നേഹിതന്മാർ അയച്ചെന്നായിരുന്നു. എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ചില ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല പ്രവൃത്തിയായിട്ടാണ് എനിക്കത് തോന്നിയത്. പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ പറയുന്നതൊക്കെ അതിലൂടെ പോസ്റ്റ് ചെയ്യാമല്ലോ, അപ്പോൾ കിട്ടാത്തവർക്ക് കിട്ടട്ടെ. ഒരു 120-130 പേരും കണ്ട പെട്ടെന്നായി, ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ചാനലിൽ വേണ്ടാത്ത ആൾക്കാർ എന്തൊക്കെയോ അനാവശ്യമായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഒഴിവാക്കി കൂടെ എന്ന് ചോദിച്ചു. ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. അവസ്ഥയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയത്. പക്ഷെ അതിൽ ആളുകൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് ഓരോ പോസ്റ്റ് ചെയ്യുമ്പോഴേ, ഇത് സ്ത്രീകളും കുട്ടികളും ഒക്കെ വായിക്കുന്നതും നോക്കുന്നതല്ലേ, അതെങ്കിലും തോന്നണ്ടേ. ഞാൻ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിരുന്നു, യാത്രകൾ, ദേവാലയങ്ങൾ, നമ്മൾ സന്ദർശിക്കാത്ത സ്ഥലങ്ങൾ, സിനിമ സംബന്ധമായ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അപേക്ഷ. ഞാനത് കൊടുത്തിരുന്നു. പക്ഷേ ക്ഷീരമുള്ള അകിളിൻ ചുവട്ടിനും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ അവരെ വായി മൂടി കെട്ടാണെന്ന് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, ഞാൻ എൻ്റെ ചാനൽ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്, ഡിലീറ്റ് ചെയ്യുകയാണ്. കാരണം വേറെ വഴിയില്ല. വീണ്ടും ഞാൻ അഭ്യർത്ഥന സ്വീകരിക്കാൻ, നമ്മുടെ സിനിമ ബേസിൽ 80 മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യലക്ഷ്മി ഒരു ചാനൽ തുടങ്ങിയിരുന്നു. നല്ല ചാനലായിരുന്നു. അതിലും ചില ആൾക്കാർ ആവശ്യമില്ലാത്തതൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത് ചാനൽ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് വിഷമത്തോടുകൂടി ഞാനത് ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, അതിനകത്ത് ആരോ എന്തോ പോസ്റ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, അതിൽ പോസ്റ്റ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഏതായാലും ഞാനിപ്പോൾ പറയാൻ വന്ന നമ്മുടെ അടിപൊളി സിനിമയുണ്ടല്ലോ, ഇപ്പോൾ റിലീസ് ചെയ്തു, അല്ലു അർജുൻ്റെ പുഷ്പ 2 ദി റൂൾ. അത് നല്ലൊരു പടം കേട്ടോ. അതായത് പലരും പല റിവ്യൂവിലും പറഞ്ഞ അതെന്ത് പടം, അതിനകത്ത് എന്നൊക്കെ ഓരോരുത്തർ ഓരോ അഭിപ്രായം പറഞ്ഞപ്പോഴും, ഞാനാണെങ്കിൽ ഈ എല്ലാ പടങ്ങളും കാണുന്നതാണ്. അത് ചെറുപ്പത്തിൽ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8ാമത്തെ വയസ്സ് തൊട്ട് ശബരിമല ശ്രീ അയ്യപ്പൻ, അഞ്ചൽ ജയമോഹൻ തിയേറ്ററിൽ എത്രയോ പ്രാവശ്യം കണ്ട ആളാണ് ഞാൻ. കാരണം പണ്ടേ സിനിമ എനിക്കൊരു ക്രൈസാണ്. ആദ്യകാലത്ത് SP പിള്ള, ബഹദൂറിൻ്റെ തമാശ, പിന്നെ പ്രേം നസീർ, സത്യൻ, മധു, ഇങ്ങനെ അത് ഹീറോമാരുടെ ഏറ്റവും ആരാധന നോക്കിയിട്ടൊന്നുമല്ല ഞാൻ സിനിമ ആദ്യകാലത്ത് കണ്ടിരുന്നത്. ഈ ചിരിക്കണം. കുറേ കൂടെ പ്രായമായി വന്നപ്പോൾ ഇടി എത്ര എണ്ണമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് ഇടിപ്പടങ്ങൾ. എത്ര ഇടി ഉണ്ടാകുന്നതൊക്കെ ചോദിക്കും. പിന്നെ തമാശ, ഈ കരയുന്നതൊന്നും അന്ന് എനിക്കിഷ്ടമില്ലായിരുന്നു. പിൽക്കാലത്ത് ചക്കരയുമ്മ സിനിമയൊക്കെ കരയുന്ന സംവിധാനമായിട്ട് മാറി, ഫാമിലി സെൻറ്റിമെൻറ്റ്സൊക്കെ. അതൊക്കെ പ്രായത്തിൻ്റെ അനുസരിച്ചിട്ടാണ്. അപ്പം ഞാനിത് ഇങ്ങനെ പറയുന്നത് കാരണം നമ്മുടെ ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മുടെ അഭിരുചികൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ മദ്രാസിലായിരിക്കുമ്പം ഇംഗ്ലീഷ് പടങ്ങൾ കാണാൻ പോകും. അത് കുറച്ച് പഠിക്കാൻ കൂടെയാണ്. ഇംഗ്ലീഷ് പടത്തിൻ്റെ രീതി, ടേക്നിക്സൊക്കെ നമുക്ക് അസിസ്റ്റൻ്റ് ഡയറക്ടറായിരിക്കുമ്പോൾ ടേക്നിക്സിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊരു പഠിക്കാൻ പറ്റും. സിനിമയെക്കുറിച്ച് ഒന്നും അറിയാതെ ഒരാൾ സിനിമ കാണാൻ പോയാൽ ഈ ടെക്നിക്കൽ സൈഡൊന്നും ഇപ്പം പഠിക്കാൻ പറ്റില്ല. ഇത് കണ്ട് പഠിക്കാൻ പറ്റും. എല്ലാം പഠിക്കാൻ പറ്റില്ലെങ്കിൽ കുറേശ്ശെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് പടങ്ങൾ കാണുമ്പോൾ ആ പടങ്ങൾ കാണുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് ആളുകൾക്ക്. നിശബ്ദമായിട്ടിരുന്ന് കാണും, അല്പം ചെറിയ തമാശ വന്നാൽ പൊട്ടിച്ചിരിക്കും, അത് മതി. അങ്ങനെ ആ ധാരണ ഉണ്ട്. അതുപോലെ നമ്മളൊരു തമിഴ് പടം കാണാൻ വന്നാൽ ആ ഒരു ധാരണയുണ്ട്, തമിഴ് പടമാണ്. പിന്നെ തമിഴ് പടത്തിൽ തന്നെ MGRൻ്റെയും ശിവാജി ഗണേശൻ്റെയും ജീവൻ ഗണേശൻ്റെയും മുത്തുരാമൻ്റെയും ജയശങ്കറിൻ്റെയൊക്കെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ. ജയശങ്കറിൻ്റെ പടം കാണാൻ പോയാൽ നമുക്കറിയാം കുറച്ച് നല്ല ഇടി ഉണ്ടാവും. രവിചന്ദ്രൻ്റെ പടം കാണാൻ പോയാൽ ഡാൻസ് ഉണ്ടാവും. MGRൻ്റെ പടം കാണാൻ പോയാൽ നല്ല പാട്ടുകളുണ്ടാവും, നല്ല സീക്വൻസ്. പിന്നെ വളരെ ഇഴുകി ചേർന്ന അഭിനയമൊക്കെ MGR ആണ്. പിൽക്കാലത്ത് കമലഹാസൻ ഏറ്റെടുത്തു. നമ്മുടെ മലയാളത്തിൽ ഇപ്പം ടൊവിനോ തോമസും ഫഹദ് ഫാസിലും ഏറ്റെടുത്തു, ഇഴുകി ചേർന്നുള്ള അഭിനയം. അങ്ങനെ അതൊക്കെ വേണ്ടി വരും, അതൊക്കെ നമുക്ക് കാണുന്ന ഇഷ്ടമാണ്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ കാണും. പിന്നീട് നമ്മൾ തെലുങ്ക് പടം കാണാൻ പോകുമ്പോഴത്തേക്ക് മറോചരിത്ര വിടുന്നു. മറോചരിത്ര വേറെ K. ബാലേന്ദ്രൻ്റെ പടമല്ലേ. അതിൽ ആ രീതിയിലാണ് നമ്മൾ ഒരു സമീപനം ഉണ്ടല്ലോ. ഒരു ഇടിപ്പടം കാണാൻ പോകുമ്പോൾ അതിൻ്റെ രീതിയിൽ. എന്നാൽ നമ്മൾ മലയാളത്തിൽ ചെമ്മീൻ കാണാൻ പോയത് ആ ചിന്തയോടുകൂടിയല്ല. ഒരു അടൂർ ഗോവർഷൻ്റെ ഒരു പടം കാണുന്നതും, ഒരു അരവിന്ദൻ്റെ പടം കാണാൻ പോകുന്നതും, ഒരു TV ചന്ദ്രൻ്റെ പടം കാണാൻ പോകുന്നതും, പിന്നെ നമ്മുടെ ഹിന്ദി പടത്തിൽ മൃണാൾ സെൻ്റെ പടം കാണാൻ പോകുന്നത് ഒക്കെ നമ്മൾ ഇന്ന ആൾക്കാരുടെ പടങ്ങൾ ഈ രീതി ആയിരിക്കും എന്നൊരു മനസ്സിലൊരു മുൻവിധിയോടുകൂടിയാണ് നമ്മൾ പടം കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് അങ്ങ് അഭിനമിക്കും. അപ്പോൾ മുമ്പ് മലയാള പടങ്ങൾ കൂടുതലും നമുക്ക് കുടുംബ പശ്ചാത്തലങ്ങളുള്ള കഥകളാണ് മലയാള പടങ്ങൾ കൂടുതൽ വരുന്നത്. അതും ഞാൻ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ളത് ഗണേഷ് പിക്ചേഴ്സ്, ജയമാരതി ഫിലിംസ്, ഇതൊക്കെ ആക്ഷൻ പടങ്ങൾ, നസീർ സാറിൻ്റെ പ്രേമരംഗങ്ങളും ഇടിയൊക്കെ കൊണ്ട് ഭയങ്കര നമ്മൾ തിമിർത്തിട്ടുണ്ട് ചെറുപ്പകാലത്ത്. പിന്നെ ഞാൻ സിനിമക്കാരനായപ്പം നമുക്ക്
ഒരു വേറെ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എല്ലാവരും ഇന്നലെ മദ്രാസിൽ ഫിലിം സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്, അവിടെ നിർമ്മാതാക്കളുടെ ഒരു സംഘടനയാണ്. അവിടെ പ്രിവ്യൂ ഷോ വരും. എല്ലാ മലയാള സിനിമയും ഷൂട്ട് ചെയ്തിട്ട് കേരളത്തിൽ റിലീസിന് മുമ്പായിട്ട് അവിടെ ഒരു പ്രിവ്യൂ ഷോ ഇടും. എല്ലാം ചിലരിടില്ല. അവിടെ നമ്മുടെ സിനിമ കാണും. ഞാൻ ആദ്യമായിട്ട് മദ്രാസിൽ എത്തുമ്പോൾ ഞാൻ കണ്ടത് നിർമ്മാല്യമാണ്, എം ജി വാസുദേവൻ നായർ സാറിൻ്റെ. മാത്രമല്ല വാസുവേട്ടനെയൊക്കെ ആദ്യം കാണുന്നത് അന്ന് അവിടെ വെച്ചാണ്. ഒരുപാട് പേര് അന്ന് ഞാൻ ടി എച്ച് കോടമ്പുഴ പറഞ്ഞിട്ടുണ്ട്. സിനി രമയിൽ അദ്ദേഹത്തിനോട് അസിസ്റ്റൻ്റായിട്ട് എഴുതുമ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റും, വലിയ വലിയ ആൾക്കാരെ കാണാൻ പറ്റും. ഞാൻ രാമവാരിയായിട്ട് സാറിനെ കാണുന്നതൊക്കെ അങ്ങനെയാണ്. പഴയ ആൾക്കാരെയൊക്കെ, പഴയ നമ്മൾ കണ്ടിട്ട് കേട്ടില്ലാത്ത ആൾക്കാരെയൊക്കെ അവിടെ വെച്ചാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പഴയ ക്യാമറമാന്മാർ ഒക്കെ കാണുന്നതും പഴയ എന്തിന് നമ്മുടെ പാട്ട് പാടുന്ന പി സുശീല, പിന്നെ എസ് ജാനകി, അവരൊക്കെ പിൽക്കാലത്ത് എൻ്റെ സിനിമകളിൽ പാടിയിട്ടുണ്ട്. ഇവരൊക്കെ നേരിൽ കാണാനും സംസാരിക്കുവാനും ഒക്കെ ഇടം കിട്ടിയൊക്കെ നമ്മൾ സിനിമയിൽ വന്നതാണ്. അപ്പം സിനിമ ചെറുപ്പത്തിൽ ഞാൻ കാണുന്നത് എൻ്റെ ഒരു ഹരമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഏതിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ചുവോ അതിൽ നമ്മൾ എത്തപ്പെടുമെന്നുള്ളതാണ് എൻ്റെ അനുഭവം. കാരണം ഞാൻ കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്ത് കരികോണം എന്ന ഗ്രാമം, ആ ഗ്രാമത്തിലിരിക്കുന്ന ഞാൻ സ്വപ്നം കാണാനേ പറ്റുള്ളൂ എങ്ങനെ സിനിമാക്കാരനാവും. ടെക്നിക്കൽ സൈഡാണെങ്കിൽ പഠിക്കാനെന്ന് നമുക്ക് ബോംബെയിലൊക്കെ പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഞാൻ എൻ്റെ കുറച്ച് ആത്മാവോടെ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ പുഷ്പ 2 കാര്യം പറയുന്നതിന് മുന്നോടിയായിട്ട് പറയുന്നത് അല്പം കൂടെ ഇത് പറഞ്ഞു പോകാമെന്ന് കരുതിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഓരോ അഭിരുചിക്കനുസരിച്ച് ഓരോ പടങ്ങൾ നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞതല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചോദിച്ചാൽ തെലുങ്ക് പടങ്ങൾ കാണുമ്പം എനിക്ക് ചിരഞ്ജീവിയുടെ പടങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മുമ്പ് എൻ ടി രാമറാവു, കാന്തറാവ്, പണ്ട് ശ്രീകൃഷ്ണാട്ടം വിളിക്കും. കാന്തറാവ് വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ വേണസീർ, ശ്രീകൃഷ്ണൻ്റെ വേഷം, ശ്രീരാമൻ്റെ വേഷം അങ്ങനെ കിട്ടും. അതുപോലെ തെലുങ്കിൽ കാന്തറാവു, പിന്നീട് എൻ ടി രാമറാവു ശ്രീകൃഷ്ണനായിട്ടൊക്കെ വരുന്നതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ നാഗേശ്വർ റാവുവിൻ്റെ പടങ്ങൾ കണ്ടോ, അഭിനയത്തിൻ്റെ ചക്രവർത്തിയാണ് നാഗേശ്വർ റാവു. ഞാൻ ഒരുപാട് സിനിമ ദേവദാസൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നല്ല സിനിമയാണ്. അപ്പോൾ നമ്മൾ പണ്ടേ ഈ തെലുങ്ക് പടങ്ങൾ ഡബ് ചെയ്തൊക്കെ വരും, പിന്നെ ഹിന്ദി പടങ്ങൾ ഡബ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഭാഷ അറിയാമല്ലോ. ഈ ഭാഷ ശരിക്കും അറിയില്ലെങ്കിൽ ഞാൻ പോയി കാണുമെന്ന് വെച്ചാൽ എനിക്കിത് ഇവരൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആരാധനയല്ല. പിൽക്കാലത്ത് ഞാൻ തെലുങ്ക് പടങ്ങൾ കാണുമ്പോൾ ഈ ആക്ഷൻ പടങ്ങളെല്ലാം ഭയങ്കരമായിട്ടുള്ള, ഇപ്പോൾ ഹിന്ദി പടങ്ങളൊക്കെ കടത്തിവിട്ടല്ലേ ആക്ഷൻ. അത് ചിരഞ്ജീവിയിലൊക്കെ ആക്ഷൻ. തമിഴിൽ നമ്മുടെ രജനീകാന്ത്, പിന്നീട് ഒരു പ്രത്യേക രീതിയിലാണല്ലോ. അപ്പോൾ ചില നമ്മൾ അവിശ്വസനീയമായ സീനൊക്കെ ഉണ്ട്. ചില ബുള്ളറ്റൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല തോക്ക് വെച്ച് വെടിവെക്കുമ്പോഴത്തേക്ക് ബുള്ളറ്റ് കൈ കൊണ്ട് പിടിച്ചിട്ട് എറിയുന്ന സംഭവം ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് ചിരിച്ചു. പക്ഷേ ആ സിനിമ ആ രീതിയിൽ നമ്മൾ കാണാറുള്ളൂ. അത് പറയാൻ കാരണം, ഇപ്പോൾ അല്ലു അർജുൻ മലയാളത്തിൽ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. ആദ്യം വന്നത് ഗംഗോത്രി എന്നൊരു സിനിമ അദ്ദേഹത്തിന് അച്ഛൻ നിർമ്മിച്ച സിനിമയാണ്. അതിനു മുമ്പ് 3-ാമത്തെ വയസ്സിൽ മറ്റോ ഒരു കുട്ടിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരൻ്റെയൊക്കെ വായിക്കുമല്ലോ. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സിനിമ നിർമ്മാതാവാണ്. അത് തനി ഗ്രാമീണനായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വരവ്. അത് ഞാൻ ആ പടം ഞാൻ കണ്ടില്ല, ഇദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് പഠിച്ചപ്പം അറിഞ്ഞതാണ്. അപ്പോൾ തികച്ചും ഇപ്പോഴത്തെ ഏറ്റവും മോഡലായിട്ടുള്ള അല്ലു അർജുൻ അല്ല. പിന്നീട് അദ്ദേഹത്തിന് വെച്ചാൽ പിന്നെ കുറേ ഡബ്ബിങ് പടങ്ങളൊക്കെ വന്നല്ലോ. ആ ഡബ്ബിങ് പടങ്ങൾ വന്നപ്പം പണ്ട് വന്ന ചോക്ലേറ്റ് നായകൻ്റെ ഒരു പേരായിരുന്നു അത് ആദ്യകാലത്ത്. ചിരഞ്ജീവിയുടെ മരുമകനാണ് ഇദ്ദേഹം, ബന്ധുവാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവിടെ രാഷ്ട്രീയമുണ്ട്. ഇപ്പം നമ്മുടെ തമിഴിൽ വിജയ് സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിച്ചു. മാത്രമല്ല തമിഴിലൊരു നേതാവ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഡി എം കെ എപ്പോഴും ഉണ്ട്, എങ്കിലും ഒരു ഇപ്പോൾ കട്ടയ്ക്ക് നിൽക്കണമെങ്കിൽ വേറൊരു പാർട്ടിയോടെ വേണം അല്ലേ. അന്ന് അണ്ണാ ഡി എം കെ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ LDF UDF എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ വേണം, എന്നെങ്കിലേ ഒരു സംഭവങ്ങൾ നന്നായിട്ട് പോകുള്ളൂ. അപ്പോൾ ഏതായാലും ഇപ്പം ഞാനിത് പറയാൻ കാരണം പുഷ്പ 2 ദി റൂൾ എന്നൊരു പടം, അത് ആദ്യം എന്തോ ഒരു പടം, അത് അവിശ്വസനീയമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിശ്വസനീയമാണോ, വേണം നമ്മൾ ആ രീതിയിൽ പടം കാണാൻ പോകണം. ഞാൻ കണ്ടു പടം, സത്യം തുറന്നു വരട്ടെ, നല്ല പടം. 3 മണിക്ക് 21 മിനിറ്റ്. പുള്ളി ആദ്യം ഒരു ഡാൻസറായിട്ടൊക്കെ വന്നിരുന്ന ആള്, ഡാൻസൊക്കെ പുള്ളി പഠിച്ചൊക്കെ ബോംബെയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് പഠിച്ച ഡാൻസ്. അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് ചിരഞ്ജീവി, പിന്നെ മൈക്കിൾ ജാക്സൺ, ഗോവിന്ദ, ഇവരൊക്കെയാണ് ഡാൻസിലെ പുള്ളിയുടെ റോൾ മോഡൽ. പിന്നെ പുള്ളി ഈ കരാട്ടെ പോലുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചു. പുള്ളി വളരെ ആക്ഷൻ മാസ്റ്ററല്ലേ പുള്ളി. അതൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈ പടം നമ്മൾ കാണുമ്പോൾ ഇത് സത്യത്തിൽ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറിയോ, ഫൈറ്റ് നമ്മളിപ്പോൾ അവിശ്വസനീയമായിട്ട് പറയുന്ന ചില സംഭവങ്ങളുണ്ട്. കൈയും കാലും ഒക്കെ കട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഫൈറ്റ് ചെയ്യാമെന്ന്, ആ രീതി കാണണം ഈ പടം. ഇതിൻ്റെ ഫൈറ്റൊക്കെ അപാര ഫൈറ്റാണ്, പാട്ട്, ഡാൻസ്. അതിൽ നമ്മൾ ഫഹദ് ഫാസിലിൻ്റെ അടുത്ത് പറയുകയാണെങ്കിലുണ്ടല്ലോ, ഷെഖാവത്ത് ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ഈ പുഷ്പമുള്ള അതിനെ കടത്തി വെട്ടി രീതിയിലാണ് പുള്ളിക്കാരൻ്റെ പെർഫോമൻസ്. അത് ഞാനൊക്കെ പറഞ്ഞു ഫഹദ് ഫാസിലിൻ്റെ റോള് പറഞ്ഞു എന്ന്. ഇതിക്കുള്ള എന്താ വേണ്ടത്,
ഇത് ആക്ച്വലി വേണ്ട അല്ലു അർജുൻ വേഴ്സസ് ഫഹദ് ഫാസിൽ എന്ന് പറയാം. പുള്ളിക്കാരൻ ഒരു ഭയങ്കരമായിട്ട് ചന്ദന കടത്ത് കൊള്ളക്കാരൻ, എങ്കിലും ഹീറോ ഇമേജ് കളയാനുള്ള സംഭവമാണ്, അത് കളയാൻ പറ്റില്ല. ഫഹദ് ഫാസിൽ കട്ടയ്ക്ക് നിൽക്കുകയല്ലേ, പുള്ളി ഒരു പാരൻ്റൽ ഹീറോ ആണ്. ഫഹദ് ഫാസിൽ മനോഹരമായ പെർഫോമൻസിലുണ്ട്, ഒരു സൈക്കിക്കായിട്ടാണ് പുള്ളിക്കാരന് പെരുമാറ്റമൊക്കെ നമുക്ക് തോന്നുന്നത്. അങ്ങനെ വേണമല്ലോ. പിന്നെ അല്ലു അർജുൻ ഹീറോ ആയിട്ടുള്ള പടത്തിൽ ഫഹദ് ഫാസിലിന് ഇത്രയും പോരായിരുന്നു എന്ന് ഇപ്പോൾ ആൾക്കാർ പറയുന്നതിൽ അർത്ഥമില്ല. തെലുങ്കിൽ വേറെ വില്ലൻ നടന്മാരില്ലാഞ്ഞിട്ടാണോ? ജയിലറിൽ രജനിയുടെ ഓപ്പോസിറ്റായിട്ട് വിനായകനായിട്ട് വേറെ നടന്മാരില്ലാഞ്ഞിട്ടാണോ? നല്ല പെർഫോമൻസുള്ള ആർട്ടിസ്റ്റ് അല്ലേ ഫഹദൊക്കെ. എവിടെ നിൽക്കുന്നു? ഫഹദൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് മലയാളത്തിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കിട്ടില്ല, അങ്ങനത്തെ നടനാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചെരിഞ്ഞ ഒരു വലത് ഭാഗത്തോട് ചെരിഞ്ഞൊരു നടത്തുകയാണ് ഈ അല്ലു അർജുൻ. പിന്നെ അതിൽ വേറെ സംഭവമുണ്ട്, ഭാര്യയായിട്ടുള്ള പ്രണയരംഗങ്ങളൊക്കെ എന്തോ ഭാര്യ അടുപ്പത്ത് കിസ് ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞോ എനിക്ക് ഫീലിംഗ് വരുന്നു എന്നൊക്കെ പറയും. അതൊക്കെ ഭയങ്കര അല്പം സെക്ഷൽ ആണെങ്കിലും നല്ല രസമുണ്ടത്. ഒരു പാട്ടിലേക്കുള്ളൊരു കടന്നുകയറ്റമാണത്. നന്നായിരുന്നു ഫീലിംഗ് എന്ന്. ഇനിയുള്ള ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ പറയാം, ഹസ്ബൻഡ് നാട്ടിലോട്ട് പോകുമ്പോൾ പിന്നെ എനിക്ക് ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞൊരു തമാശയാണെങ്കിൽ പറയാം. അത് മോശമല്ലാത്ത രീതിയിൽ പ്രയോഗിക്കാം. എന്നിട്ട് പുള്ളിക്കാരന് ആ സീൻസൊക്കെ നന്നായിരിക്കുന്നു കേട്ടോ. അത് കുടുംബസമേതം കാണാൻ കൊള്ളാം ചിത്രമാണ്, അല്ല ആഭാസത്തിനൊന്നുമില്ല. ആ ഡയലോഗെല്ലാം അങ്ങനെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ വേണം. പിന്നെ ഈ നല്ല ഉഗ്ര ഫൈറ്റ് രംഗങ്ങൾ, പാട്ട് രംഗങ്ങൾ. നമ്മൾ 3 മണിക്കൂർ 21 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എവിടെ പോയി? പണ്ട് സാധാരണ 2 മണിക്കൂർ പടങ്ങളെ നമ്മൾ ഞെളിവിരിത് കൊണ്ടാണ് കണ്ടു തീർക്കുന്നത്. ഇതങ്ങനൊന്നുമല്ല, നല്ല പടങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ മുമ്പുള്ള 2004 ആര്യ, ബണ്ണി, ഹാപ്പി, ഗജപോക്രി, കൃഷ്ണ, ബദ്രിനാഥ്, വൈകുണ്ഠപുരം ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ പുള്ളി അഭിനയിച്ചപ്പോഴത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവനായി മാറി ഇല്ലേ. അഭിനയത്തെക്കുറിച്ച് എപ്പോഴും 2 രീതിയിലുള്ള ആൾക്കാർ പറയുമല്ലോ. അതിനിപ്പോൾ നമ്മൾ മമ്മൂട്ടി അഭിനയിച്ചാലും മോഹൻലാൽ അഭിനയിച്ചാലും ഇവിടെ നല്ല വലിയ നടന്മാർ ആരഭിനയിച്ചാലും 2 അഭിപ്രായം പറയാം. അത് സ്വാഭാവികം. കേരളത്തിൽ കുറച്ച് കൂടുതലാണ്. അല്ലാതെ ഈ പടത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. നിങ്ങൾക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് ഒരു പടവും കാണാൻ പോകരുത്. ഓരോ പടങ്ങളിലും നമ്മുടെ മനസ്സിൽ ഇന്ന ഡയറക്ടർ, ഇന്ന ബാനർ, ഇതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നമ്മൾ മനസ്സിൽ ആദ്യം കരുതണം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഒരു ഇംഗ്ലീഷ് പടം കാണാൻ പോകുന്ന ആ രീതിയിലായിരിക്കും. പ്രായം അനുസരിച്ചുള്ള ഏജ് മാറ്റം അനുസരിച്ചിട്ട് നമ്മുടെ അഭിരുചിയും മാറും. ഇപ്പം നമ്മൾ സിനിമ ആസ്വദിക്കാനാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒരു മുതൽ മുടക്കും നഷ്ടം വരില്ല, ലാഭമേ വരുള്ളൂ എന്ന് നിസ്സംശയം പറയാം. ഇനി ഓരോ സീനും എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ അനവധിയുണ്ട്, നിങ്ങൾ കണ്ടു തന്നെ തീരണം. ഞാൻ ഈ ഫിലിം റിവ്യൂ ചെയ്യുന്ന ആളൊന്നും അല്ല. ഈ പടത്തെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ ചിലപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെ ആരുടെയും അഭിപ്രായത്തിൽ നിങ്ങൾ ചെവിടുക്കാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഈ പടം കാണണം എന്നുള്ളതാണ്. മുമ്പ് ഞാൻ നമ്മുടെ DQൻ്റെ ദുൽഖർ സൽമാൻ്റെ ചിത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ലക്കി ഭാസ്കർ. നല്ല അഭിപ്രായമല്ലേ? ആദ്യം ആൾക്കാർ ഓരോന്നെന്താ പറഞ്ഞത്, സൂപ്പർ പടമല്ലേ അത്. ഈ പടത്തിൻ്റെ കളക്ഷനോടെ പോയി നിൽക്കുന്നറിയാമോ? 3 ദിവസം കൊണ്ടും കണ്ട് 500 കോടിയെന്ന്. ഇപ്പോൾ വേണ്ട 1200 കോടിയോ മറ്റോ 8 ദിവസം കൊണ്ട് തന്നെ കളക്ഷൻ ഭേദിച്ചു. ഒരുപക്ഷെ ഈ പടമായിരിക്കും നമ്മുടെ KGF-ഉം പിന്നെ ബാഹുബലിയൊക്കെ കളക്ട് ചെയ്തിട്ടില്ലേ, അതിനെയൊക്കെ കളക്ഷൻ കവർ ചെയ്ത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര നല്ല കളക്ഷൻ വെച്ചാൽ അനുദിനം മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായം കേൾക്കാതെ, ഇനി മോശപ്പെട്ട അഭിപ്രായം കേട്ടാൽ തന്നെ സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. ഞാനൊക്കെ അങ്ങനെയാണ്. ഞാൻ ആരുടെ അഭിപ്രായം കേൾക്കാൻ നിൽക്കില്ല. ഏതായാലും നാം നല്ലൊരു പടം കണ്ടു, ആ സന്തോഷത്തിലാണ് ഞാൻ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളും കാണുക. ഞാൻ ഈ റിവ്യൂ പറയുന്നതൊന്നും നിർമ്മാതാക്കളെ സുകുമാർ എന്ന മറ്റാണ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ നല്ല കഴിവുണ്ട്. ഇതിൻ്റെ ടെക്നീഷ്യൻസിൻ്റെ പേരൊക്കെ ഞാൻ എഴുതി വെച്ചായിരുന്നു, അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരൊന്നും എനിക്ക് അറിഞ്ഞും കൂടാ. ഞാൻ കണ്ടു, ഇനിയും പടങ്ങൾ കാണും. നിങ്ങളും നല്ല പടങ്ങൾ മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് മാറി നിൽക്കാതെ കാണണം എന്ന് മാത്രം അഭിപ്രായം അറിയിച്ചുകൊണ്ട്, പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ചിലപ്പോൾ പറയാറില്ല, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യണം എന്നുകൂടെ പറയുന്നു. ആ ബെല്ലൊന്ന് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും, അതുകൂടെ ചെയ്യണം. ആദ്യകാലത്ത് ഞാനത് പറയുമായിരുന്നില്ല. പിന്നെ നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ തന്നെ അവരെന്നെ പറയുമല്ലോ, ചിലർ പറയും എന്തിനാ പറയുന്നവർ ചെയ്യുമല്ലോ എന്ന്. ചിലർ മറന്നു പോകും. അതുകൊണ്ട് മറക്കരുത് എന്നുകൊണ്ടൊരു അപേക്ഷയുണ്ട്. നന്ദി, നമസ്കാരം. മോഹനരാഗതരംഗം മദീന